13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നവകേരളത്തിന് ജനകീയാസൂത്രണം എന്ന കർമ്മപരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വികസന പാതയിൽ 13ാം പഞ്ചവത്സര പദ്ധതി നാഴികക്കല്ലാകുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന പദ്ധതികൾക്കൊപ്പം പ്രാദേശിക പദ്ധതികളിലും മുന്നേറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ശാഖകളിലെല്ലാം മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്തമാക്കുക, ഇതെല്ലാമാണ് മിഷനുകൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. മിഷനുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. സമയബന്ധിതമായി പദ്ധതികൾ നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ജനകീയാസൂത്രണം സംബന്ധിച്ച് നടന്ന പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പരിമിതി ഉൽപാദന മേഖലയിൽ പ്രതീക്ഷിച്ച ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. തീർച്ചയായും തൊഴിലവസരങ്ങളുടെ സൃഷ്ടിയെയും ഇത് ബാധിച്ചിട്ടുണ്ട്. പ്രാദേശിക ഗവൺമെന്റുകൾ സേവന മേഖലക്കും പശ്ചാത്തല മേഖലക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഈ പോരായ്മയും 13ാം പദ്ധതിക്കാലത്ത് പരിഹരിക്കാനാവണം. ഉൽപാദന മേഖലയിൽ പ്രാദേശിക സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ പലതുമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാതെയല്ല ഈ പറയുന്നത്. ഇപ്പോൾ വിപണനത്തിൻ്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെയും കാര്യമെടുത്താൽ മുഗൾ ഭരണതലങ്ങൾ അനുകൂലമായ നടപടികൾ സ്വീകരിച്ചാലേ ഈ രംഗത്തുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. ജല്ലിക്കെട്ടിനുള്ള തമിഴ്നാടിന്റെ ഓർഡിനൻസിന് രാഷ്ട്രപതി ഇന്ന് അംഗീകാരം നൽകിയേക്കും. ഓർഡിനൻസ് ഇറങ്ങും വരെ സമരം തുടരുമെന്ന നിലപാടിലാണ് പ്രക്ഷോഭകർ. അതേസമയം തമിഴ്നാട് സർക്കാരിന് പിന്തുണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. ട്വിറ്ററിലൂടെയാണ് നരേന്ദ്രമോദി ജല്ലിക്കെട്ടിന് പിന്തുണ അറിയിച്ചത്. DMK നേതാവ് MK സ്റ്റാലിൻ വിഷയവുമായി ബന്ധപ്പെട്ട നിരാഹാരവും ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ഓർഡിനൻസിന് അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 5 മണിക്ക് ശേഷമായിരിക്കും ഓർഡിനൻസ് പുറത്തിറങ്ങുക. സുപ്രീം കോടതിയുടെ പ്രവർത്തന സമയത്തിന് ശേഷം നാളെ ജല്ലിക്കെട്ട് നടത്താമെന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാട് സർക്കാർ. മനു ശങ്കരൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. മനു, വിശദാംശങ്ങൾ. മനു, ജല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പ്രത്യേക ഓർഡിനൻസിന് ഇന്നലെ കേന്ദ്ര നിയമ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും അംഗീകാരം നൽകിയിരുന്നു. രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ള ഓർഡിനൻസിന് ഇന്ന് പ്രണബ് മുഖർജി ഒപ്പുവെക്കും. ജല്ലിക്കെട്ട് ഓർഡിനൻസ് നിയമമാകുന്നതോടെ സംസ്ഥാന മന്ത്രിസഭ ഓർഡിനൻസ് തുടർ നടപടികൾക്കായി ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്യും. സുപ്രീം കോടതി നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്ന ജല്ലിക്കെട്ടിന് അനുമതി നൽകിയുള്ള പുതിയ ഓർഡിനൻസ് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് മൃഗസ്നേഹ സംഘടന പെറ്റ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മൃഗങ്ങൾക്കെതിരായ ക്രൂരകൃത്യ തടയുന്ന നിയമത്തിലെ പട്ടികയിൽ നിന്നും കാളകളെ ഒഴിവാക്കിയാണ് പുതിയ ഓർഡിനൻസ് വരുന്നത്. ഈ പാരമ്പര്യ കായിക ഇനമാണ് ജല്ലിക്കെട്ടെന്നും സംരക്ഷിക്കപ്പെടണമെന്നും ഈ ജല്ലിക്കെട്ട് നിയമ ഓർഡിനൻസിൽ വ്യക്തമാക്കുന്നു. അതിനാൽ തന്നെ ഈ മൃഗസ്നേഹ സംഘടനകൾ കോടതിയിൽ എത്തുമെന്നതിനാൽ കോടതിയുടെ ഇന്നത്തെ പ്രവർത്തന സമയത്തിന് ശേഷം 5 മണിക്ക് ശേഷം ഈ ഓർഡിനൻസ് പുറത്തിറക്കാനാണ് സർക്കാർ തീരുമാനം. തുടർന്ന് നാളെ ഞായറാഴ്ചയായതിനാൽ അടിയന്തരമായി നാളെ തന്നെ സംസ്ഥാനത്ത് ജല്ലിക്കെട്ട് നടത്താനുമാണ് ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച മൃഗസ്നേഹ സംഘടനകൾ കോടതിയിൽ സമീപിക്കും മുമ്പേ ജല്ലിക്കെട്ട് നടത്തി പ്രശ്നം പരിഹരിക്കുക എന്നാണ് സർക്കാർ പ്രതീക്ഷ. പക്ഷേ ഈ നിലവിലെ എക്സിക്യൂട്ടീവിന്റെ നിയമനിർമ്മാണ അധികാരം ജുഡീഷ്യറിക്ക് മേൽ ആവാൻ അനുവദിക്കുമോ കോടതി എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. മനു. ശരി, മനു ശങ്കരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ 8 പേർക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ രണ്ടാമത്തെ കുറ്റപത്രവും ഉതുപ്പ് വർഗീസിനെ പ്രതിയാക്കിയ ആദ്യ കുറ്റപത്രവുമാണ് CBI കോടതിയിൽ സമർപ്പിച്ചത്. മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫ് ലോറൻസ് ആണ് ഒന്നാം പ്രതി. റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽഷർഫ മാൻ പവർ കൺസൾട്ടൻസിയുടെ ഉടമ ഉതുപ്പ് വർഗീസ്, ഇയാളുടെ ഭാര്യ സൂസൻ വർഗീസ് എന്നിവരടക്കം 8 പേർക്കെതിരെയാണ് CBI രണ്ടാം കുറ്റപത്രം. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവുമായി റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽഷറഫ മാൻ പവർ കൺസൾട്ടൻസി ഉണ്ടാക്കിയ കരാർ പ്രകാരം 19,500 രൂപയാണ് സർവീസ് ചാർജായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു നഴ്സിൽ നിന്ന് ഈടാക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതിന്റെ 100 ഇരട്ടിയായ 19.5 ലക്ഷം രൂപയാണ് ഏജൻസി ഒരു നഴ്സിൽ നിന്ന് പിഴിഞ്ഞത്. ഇത്തരത്തിൽ 1200 നഴ്സുമാരെ കുവൈറ്റിലേക്ക് റിക്രൂട്ട് ചെയ്തതായും 100 കോടിയോളം രൂപ സംഘം തട്ടിയെടുത്തതുമാണ് CBI കേസിന് ആധാരം. 2014 ഡിസംബറിനും 2015 മാർച്ചിനും ഇടയ്ക്കാണ് റിക്രൂട്ടിംഗ് തട്ടിപ്പ് നടന്നത്. 230 കോടി രൂപയുടെ തട്ടിപ്പിനാണ് സംഘം പദ്ധതിയിട്ടിരുന്നതെന്നും CBI കണ്ടെത്തിയിരുന്നു.
ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിലെ രണ്ടാം കുറ്റപത്രം CBI കോടതിയിൽ സമർപ്പിച്ചത്. മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫ് ലോറൻസിനെ ഒന്നാം പ്രതിയാക്കിയും റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽഷറഫ മാൻപവർ കൺസൾട്ടൻസിയെ രണ്ടാം പ്രതിയാക്കിയും ഇതിന്റെ ഉടമ മൈലക്കാട്ട് ഉതുപ്പ് വർഗീസിനെ മൂന്നാം പ്രതിയാക്കിയും ഇയാളുടെ ഭാര്യ സൂസൻ വർഗീസുമടക്കം മറ്റ് 8 പേർക്കെതിരെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അൽഷറഫ ജീവനക്കാരായ ജോസി, പ്രദീപ് KS, ഹവാല ഇടപാടുകാരായ VS സുരേഷ് ബാബു, K അബ്ദുൾ നാസർ എന്നിവരാണ് മറ്റു പ്രതികൾ. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ CBI ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിലും ഒന്നാം പ്രതി മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫസ് ലോറൻസ് തന്നെയാണ്. ജനുവരി 8-ന് CBI കോടതിയിൽ സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിൽ പാനേഷ്യ ട്രാവൽസ് ആൻഡ് MD MK സലീം, ട്രസ്റ്റ് ഇന്റർനാഷണൽ ഉടമ സാജൻ എന്നിവരും പ്രതികളാണ്. റിക്രൂട്ടിംഗ് തട്ടിപ്പിന് എമിഗ്രൻസ് ഉദ്യോഗസ്ഥൻ തന്നെ കൂട്ടുനിന്നതിനെ ഏറെ ഗൗരവത്തോടെയാണ് CBI കാണുന്നത്. അതേസമയം രണ്ടാം കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഉതുപ്പ് വർഗീസ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുപ്പക്കാരനെന്ന വാർത്തകളും മുമ്പ് പുറത്തു വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണമുയർന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്യൂൺ നിയമനം നടത്താൻ നീക്കം. സിൻഡിക്കേറ്റ് നിയമിച്ച സെലക്ഷൻ കമ്മിറ്റിയിൽ ഇടതംഗങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ പ്യൂൺ നിയമനത്തിനായി തയ്യാറാക്കിയ താൽക്കാലിക ജീവനക്കാരുടെ റാങ്ക് ലിസ്റ്റ് ചോർന്ന വാർത്ത പീപ്പിൾ TVയാണ് നേരത്തെ പുറത്തുവിട്ടത്. താൽക്കാലിക ജീവനക്കാർക്കായി നീക്കിവെച്ച 54 സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ചോർന്നത് നിയമന അഴിമതിയെ തുടർന്നാണെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. തുടർന്ന് ജോയിന്റ് രജിസ്ട്രാറും പ്രൊവൈസ് ചാൻസലറും നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് നടന്നുവെന്നും ലിസ്റ്റ് ചോർന്നത് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണെന്നും കണ്ടെത്തി. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് VC കത്തയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ നടപടികളുണ്ടായില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇതിപ്പോൾ തിരുക്കപ്പെട്ട് നടത്താനുള്ള തീരുമാനം. അല്ലാതെ സാധാരണ ഇത് അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കെ കേവലം സാമ്പത്തികമായ അഴിമതി വരെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം അഴിമതിക്ക് കൂട്ടുനിന്ന ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് ഇത് പോകുന്നത് തീർച്ചയായിട്ടും സർവകലാശാലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ക്രമക്കേടിന് കൂട്ടുനിന്നുവെന്ന് ആരോപണമുയർന്ന ഉദ്യോഗസ്ഥരെ തന്നെയാണ് വീണ്ടും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. നിയമന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തിയാൽ വർഷങ്ങളോളം സർവകലാശാലയിൽ ജോലി ചെയ്തു വരുന്ന അർഹരായ പലരും പുറത്തുപോകുന്ന സാഹചര്യം വരും. അഴിമതിക്ക് വേണ്ടി യോഗ്യതയിലും വയസ്സിലും വരെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് മാറ്റം വരുത്തിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത്. പഴയ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ വൈസ് ചാൻസലർ ചെയർമാനായ 5-അംഗ സെലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുത്തപ്പോൾ 2 ഇടത് അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും ഇതൊന്നും പരിഗണിക്കാതെയാണ് സർവകലാശാല നിയമന നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. അനൂപ് KR, കോഴിക്കോട്. കണ്ണൂർ ധർമ്മടത്ത് സന്തോഷിന്റെ കൊലപാതകത്തിന് പിന്നിൽ സ്വത്ത് തർക്കമെന്ന് MV ജയരാജൻ. കൊലയ്ക്ക് രാഷ്ട്രീയ നിറം നൽകാൻ ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. CPIM പ്രവർത്തകർ പ്രതികളായാൽ സംരക്ഷിക്കില്ലെന്നും MV ജയരാജൻ കോഴിക്കോട് പറഞ്ഞു. കണ്ണൂരിലെ സംഭവത്തിൽ രാഷ്ട്രീയ നിറം കൊടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അത് സ്വത്ത് തർക്കത്തെ തുറന്നുണ്ടായ ഒരക്രമവും മരണവുമാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഏറ്റവും തെറ്റായിട്ടുള്ള നടപടി. CPMൻ്റെ ആരെങ്കിലും അതിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് CPIM സ്വീകരിക്കുകയുമില്ല. മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്തു പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. മുഖ്യമന്ത്രി വിവരാവകാശ നിയമം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. വിവരാവകാശ നിയമത്തിൽ തന്നെ എന്തു നൽകണം നൽകരുത് എന്നും സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും സുധീരൻ പറഞ്ഞു. AICC സംഘടിപ്പിക്കുന്ന ദേശവ്യാപക സമരപരിപാടി ജൻവേദന സമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു സുധീരൻ. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വിചിത്രമായി നമുക്ക് തോന്നുന്നു. മന്ത്രിസഭാ തീരുമാനം പുറത്തിറങ്ങിയാൽ എന്താ പ്രശ്നം? വിവരാവകാശ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഏതൊക്കെ പുറത്തുവിടാൻ പാടില്ല, ഏതൊക്കെ കൊടുത്തുകൂടാ, ഏതൊക്കെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അന്തസത്ത തന്നെയാണ് അട്ടിമറിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കൃത്യമായ വേതനം നൽകാത്ത കമ്പനികളോട് സർക്കാർ യാതൊരു ദാക്ഷിണ്യവും കാണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൊഴിലും കൂലിയും സംരക്ഷിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി AITUC സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാനം രാജേന്ദ്രൻ. ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച കൂലി ഉറപ്പുവരുത്തണമെങ്കിൽ അതിന്റെ പേരിൽ ഫാക്ടറികൾ അടച്ചിട്ടുകൊണ്ട് തൊഴിലാളികളോട് വെല്ലുവിളിക്കുന്ന തൊഴിലുടമകളോട് ഒരു സൗജന്യവും ഒരു സൗമനസ്യവും കാണിക്കേണ്ട കാര്യമില്ല.
അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന ചടങ്ങിലായിരുന്നു ട്രംപിന്റെ സ്ഥാനാരോഹണം. യുഎസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. അമേരിക്കൻ പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോൾ ഹില്ലിന്റെ പടവുകളിൽ ഇന്ത്യൻ സമയം രാത്രി 10ഓടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചത്. ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് തിമോത്തി പ്രാരംഭ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് അമേരിക്കൻ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I, Michael Richard Pence, do solemnly swear that I will support and defend the Constitution of the United States. that I will support and defend the Constitution of the United States. പിന്നാലെ 10:30ഓടെ ഡൊണാൾഡ് ട്രംപ് സത്യവാചകം ചൊല്ലി അമേരിക്കയുടെ 45ാം പ്രസിഡന്റായി സ്ഥാനമേറ്റു. I, Donald John Trump, do solemnly swear that I will faithfully execute the office of President of the United States. The office of President of the United States. 35 വാക്കുകൾ നീണ്ടതായിരുന്നു സത്യപ്രതിജ്ഞ. മുമ്പ് എബ്രഹാം ലിങ്കൺ ഉപയോഗിച്ച ബൈബിളും തന്റെ അമ്മ കൈമാറിയ ബൈബിളും തൊട്ടായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ. തിരഞ്ഞെടുപ്പ് നടന്ന് 2 മാസത്തിന് ശേഷമാണ് ട്രംപിന്റെ സ്ഥാനാരോഹണം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബിൽ ക്ലിന്റൺ, ജോർജ് ഡബ്ല്യു ബുഷ് തുടങ്ങി മുൻ പ്രസിഡന്റുമാരടക്കം ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളെയും കുടുംബാംഗങ്ങളെയും തടിച്ചുകൂടിയ 10,000ങ്ങളെയും സാക്ഷി നിർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തതോടെ ട്രംപ് യുഗത്തിന് വഴിമാറി മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ വൈറ്റ് ഹൌസിന്റെ പടികളിറങ്ങി. ന്യൂസ് ഡെസ്ക്. ഉത്തർപ്രദേശിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 25 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണി രൂപീകരണങ്ങളിൽ അവ്യക്തത. തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് സമാജ്വാദി സഖ്യത്തിൽ ആശയക്കുഴപ്പം. ചെറുപാർട്ടികളുമായി ചേർന്ന് മുന്നണി രൂപീകരിച്ച് മത്സരിക്കാൻ വഴി തേടി രാഷ്ട്രീയ ലോക്ദൾ ചർച്ചകൾ ആരംഭിച്ചു. ബിജെപിയും ബിഎസ്പിയും ഒറ്റയ്ക്ക് മത്സരിക്കും. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ലോക്സഭാ മണ്ഡലങ്ങളായ റായ്ബ്രേലി, അമേഠി എന്നിവിടങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകൾ, 23 സിറ്റിംഗ് സീറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തി 101 സീറ്റെങ്കിലും വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. കഴിഞ്ഞ തവണ മത്സരിച്ച 393 സീറ്റുകളിൽ പലതും വേണ്ടെന്ന് വച്ചാലും കോൺഗ്രസ് ആവശ്യപ്പെട്ട 101 സീറ്റ് നൽകാനാകില്ലെന്നാണ് സമാജ്വാദി നിലപാട്. ഈ തർക്കത്തിൽ നിന്നും ഇതുവരെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടു പോകാൻ ഇരു പാർട്ടികൾക്കും കഴിയാത്തതോടെ സഖ്യചർച്ച വഴിമുട്ടി നിൽക്കുന്നു. ഇരുപക്ഷവും സഖ്യത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ അജിത് സിംഗിന്റെ RLD സ്വന്തം നിലയ്ക്ക് മുന്നണി രൂപീകരിച്ച് മത്സരിക്കാൻ RJD അടക്കമുള്ള ചെറുപാർട്ടികളുമായി ചർച്ച ആരംഭിച്ചു. ജാട്ട് വിഭാഗത്തിന്റെ പിന്തുണയാണ് RLDയുടെ ബലം. ജാട്ട് മുസ്ലിം സംഘർഷം ഉത്തർപ്രദേശിൽ വ്യാപകമാണ്. RLD ഒപ്പം കൂട്ടിയാൽ മുസ്ലിങ്ങൾ സമാജ്വാദിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്യില്ലെന്നുറപ്പ്. ഈ സാഹചര്യത്തിലാണ് RLDയെ അഖിലേഷ് തള്ളിയത്. പക്ഷേ കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി ആ ചീത്തപ്പേര് മാറ്റാനുള്ള ശ്രമം അജിത് സിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അയോധ്യയിലടക്കം മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി മായാവതി നടത്തുന്ന തന്ത്രങ്ങൾ മറികടക്കാനാണ് ഇപ്പോൾ സമാജ്വാദി ശ്രമിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന BSPയും BJPയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു. എന്നാൽ മറുഭാഗത്ത് മുന്നണി രൂപീകരിക്കാനുള്ള തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം തുടരുന്നു. കോൺഗ്രസ് സമാജ്വാദി സഖ്യചർച്ചകളും ജാട്ട് വോട്ടുകളെ സ്വാധീനിക്കുന്ന RLDയുടെ രാഷ്ട്രീയ നീക്കവും അന്തിമമായാൽ മാത്രമേ ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയുള്ളൂ. വോട്ടെടുപ്പിന് ഇനി 25 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് 6ാം ദിനം. പാലക്കാടും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. സ്വാലിഹ് നിലകം കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ. സ്വാലി, പാലക്കാടും കോഴിക്കോടും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇപ്പോൾ മേള അവസാന ദിനങ്ങളിലേക്ക് കടക്കുന്നത്. അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. മത്സരങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കുന്നു. 232 മത്സരങ്ങളിൽ 198 ഇനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 34 ഇനങ്ങളാണ്. ഇതിൽ 15 മത്സരങ്ങൾ 15 വേദികളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ വലിയ ഒരു തിരക്കാണ് നമുക്ക് കണ്ണൂരിലെ ഒരു കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത. എല്ലാ വേദികളും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വേദി 1-ൽ ആൺകുട്ടികളുടെ കേരള നടന മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം സംഘനൃത്ത മത്സരം നടക്കും. വേദി 1-ൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. തൊട്ടപ്പുറത്ത് നാടോടി നൃത്തം 3ാം വേദിയിൽ നടക്കുന്നുണ്ട്. ഇവിടെയും നല്ല തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. അതോടൊപ്പം ദഫ്മുട്ട്, അറബനമുട്ട്, യക്ഷഗാനം തുടങ്ങിയ മത്സരങ്ങളും ഇന്ന് വിവിധ വേദികളിലായി നടക്കുന്നുണ്ട്.
നാളെ 4 മത്സരങ്ങൾ മാത്രമായിരിക്കും അവശേഷിക്കുക. അതിന് ഉച്ചയോടെ തന്നെ കലോത്സവം ഏതാണ്ട് പൂർത്തിയാകും. പിന്നീട് സമാപന ചടങ്ങുകൾ മാത്രമാണ് നടക്കാനുണ്ടാവുക. ഇപ്പോൾ ഇതുവരെയുള്ള ഒരു ഫലങ്ങളിൽ പാലക്കാട് തന്നെയാണ് 3 പോയിന്റിന് മുന്നിട്ട് നിൽക്കുന്നത്. 818 പോയിന്റുമായി പാലക്കാടും 815 പോയിന്റുമായി തൊട്ടടുത്ത് കോഴിക്കോടും നിൽക്കുന്നുണ്ട്. ഇരു ജില്ലകളും തമ്മിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതുപോലെയുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ ജില്ല, ആതിഥേയരായ കണ്ണൂർ ജില്ല 813 പോയിന്റുമായി 3-ാം സ്ഥാനത്തുണ്ട്. 801 പോയിന്റുമായി തൃശൂർ ജില്ലയും ഇവരോടൊപ്പം നിൽക്കുന്നു. പ്രവചനാതീതമായ നിലയിലേക്ക് വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി 30 മത്സരങ്ങളുടെ ഫലങ്ങളാണ് അറിയാനുള്ളത്. വിശദാംശങ്ങൾ നൽകിയത്. കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ കൊല്ലം VLC ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുഖ്യമന്ത്രി ഈ മാസം 26-ന് വിളിച്ച ചർച്ചയിൽ കശുവണ്ടി മുതലാളിമാർ ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്ന് PK ഗുരുദാസൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 1.5 വർഷമായി അടച്ചിട്ടിരിക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കാതെ ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് കേരളത്തോടുള്ള അനാദരവെന്ന് PK ഗുരുദാസൻ കുറ്റപ്പെടുത്തി. K. രവീന്ദ്രനാഥൻ നായരോട് എല്ലാ ആദരവും ഉണ്ടെന്നും എന്നാൽ തൊഴിലാളികളെ പട്ടിണിക്കിടുന്നത് ശരിയാണോ എന്നും PK ഗുരുദാസൻ ചോദിച്ചു. വീണ്ടും മുഖ്യമന്ത്രി 24-ാം തീയതി കോൺഫറൻസ് വിളിച്ചിരിക്കുകയാണ്. സമരം നീട്ടിക്കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ തൊഴിലാളികൾ പട്ടിണിയാണ്, മുഴുവൻ പട്ടിണിയാണ്. നരേന്ദ്രമോദിയുടെ ഈ നാണയത്തിന്റെ മൂല്യം എടുത്തു കളഞ്ഞത് മുതൽ അങ്ങേറ്റത്തെ ദുരിതത്തിലാണ് നമ്മളെല്ലാം. ഡീമോണിറ്റൈസേഷൻ ഇംഗ്ലീഷിൽ പറയുന്ന നാണയത്തിന്റെ മൂല്യം ഇല്ലാതാക്കിയ നടപടി, അത് കശുവണ്ടി തൊഴിലാളികൾ മാത്രമല്ല എല്ലാ വിഭാഗം തൊഴിലാളികളും വലിയ ദുരിതത്തിലാണ്. തോട്ടണ്ടിക്ക് വില കൂടുതലാണെന്ന് പറയുന്ന മുതലാളിമാർ അണ്ടിപ്പരിപ്പിന്റെ വില കൂടി വെളിപ്പെടുത്തണമെന്നും മുന്തിയനും പരിപ്പിന് കിലോയ്ക്ക് 1200 രൂപ വില ലഭിക്കുമ്പോഴാണ് പ്രതിസന്ധിയാണെന്ന് മുതലാളിമാരുടെ വിലാപമെന്നും CITU നേതാക്കളും ചൂണ്ടിക്കാട്ടി. ഈ മാസം 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ കടുത്ത സമരമാർഗങ്ങളിലേക്ക് നീങ്ങുമെന്നും CITU മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തൃശൂരിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. എളവള്ളി മമ്മായി സെന്ററിന് സമീപം പുഴങ്കര ഇല്ലത്ത് അഷ്റഫിന്റെ മകൻ അജ്മൽ P. അഷ്റഫാണ് മരിച്ചത്. കൂടെ യാത്ര ചെയ്തിരുന്ന സുഹൃത്തിന്റെ നില അതീവ ഗുരുതരമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് ചിറ്റിലപ്പള്ളിയിൽ വെച്ചാണ് അപകടം. തൃശൂരിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെ എതിർദിശയിൽ നിന്ന് വന്ന കാർ ഇവരുടെ ബൈക്കിലിടിക്കുകയായിരുന്നു.